Realme അവരുടെ ഏറ്റവും പുതിയ ഫോണുകളായ Realme 7ഉം Realme 7 Proയും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. Realmeയുടെ Pro സീരീസിലെ ഏറ്റവും പുതിയ ഫോണാണ് Realme 7 Pro. അപ്പോൾ Realme 7 Proനെ പറ്റി അറിയേണ്ടതെല്ലാം ഈ ഫോൺ വാങ്ങണോ അതോ വേണ്ടയോ, ഈ ഫോൺ എങ്ങനെയുണ്ട്, ഈ ഫോൺ വാല്യൂ ഫോർ മണിയാണോ, ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ഫോൺസ് എന്ന യൂട്യൂബ് ചാനലാണ്. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണോട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതുപോലെ തന്നെ നമുക്ക് Realme 7 Proയുടെ ഡിസൈനും ഡിസ്പ്ലേ നോക്കാം. ഡിസൈൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ റിയൽമിയിൽ നിന്നും പ്രതീക്ഷിച്ച പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു Realme 7 Pro ലഭിക്കുന്നത്. പക്ഷേ ചെറിയ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. Realme 6 Pro ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ Realme 6 Pro കുറച്ചുകൂടെ ഫ്ലാഷി ഡിസൈൻ ആയിരുന്നു, കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഓവർലി ഡൺ ഡിസൈൻ ആയിരുന്നു. പക്ഷേ ഇത്തവണ നമുക്ക് ഈ Realme 7 Proയിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ പ്രീമിയം ഗ്രേഡിയൻ്റ് ആണ്, കുറച്ചുകൂടെ പ്രീമിയം ഡിസൈനായിട്ട് തോന്നിക്കും വിധത്തിലുള്ള ഒരു പാറ്റേൺ ഒക്കെയാണ് നമുക്ക് ഈ ഫോണിൻ്റെ ബാക്കിൽ ലഭിക്കുന്നത്. അതായത് 2 തരം ഗ്രേഡിയൻ ഫിനിഷാണ് നമുക്കിത് ലഭിക്കുന്നത്. പിന്നെ ക്യാമറ അറയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇത്തവണ ക്യാമറ അറേ റിയൽമിയുടെ സ്ഥിരം ക്യാമറ അറയിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ സാംസങ്ങിലോ അല്ലെങ്കിൽ വിവോയുടെയോ ഫോണുകളിലൊക്കെ കാണുന്ന പോലെ ഒരു റെക്ടാങ്കുലർ ക്യാമറ അറേ ഡിസൈനാണ് ഇത്തവണ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിയൽമി അവരുടെ സ്ഥിരം ഡിസൈനുകളിൽ നിന്നും മാറ്റി ചിന്തിക്കാൻ തുടങ്ങി എന്ന് നമുക്ക് പറയേണ്ടി വരും. 2 കളർ വേരിയൻസിലാണ് Realme 7 Pro അവൈലബിൾ ആയിട്ടുള്ളത്, മിസ് വൈറ്റും മിസ് ബ്ലൂവും. ഇനി ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഫോണിൽ ഒരു 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഇതൊരു 60 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ തന്നെയാണ്. ഹൈ റിഫ്രഷ് റേറ്റ് ഒന്നുമില്ല. ഹൈ റിഫ്രഷ് റേറ്റ് ഉണ്ടാവുമെന്ന് ലീക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ നമുക്ക് സാധാരണ ഒരു AMOLED ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇതിൽ നമുക്കൊരു ഫ്രണ്ടിൽ വരുന്നത് ഒരു പഞ്ച് ഹോളാണ്, നോച്ചോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, ഒരു പഞ്ച് ഹോളുള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സ്പെക്സിലോട്ട് കിടക്കാം. Realme 7 Proയിൽ യൂസ് ചെയ്തിരിക്കുന്നത് Snapdragon 720G എന്ന് പറഞ്ഞ ചിപ്സെറ്റ് തന്നെയാണ്. ഇത് Realme 6 Proയിൽ നമ്മൾ കണ്ട അതേ ചിപ്സെറ്റ് തന്നെയാണ്. ചിപ്സെറ്റിൻ്റെ കാര്യത്തിൽ ഒരു അപ്ഗ്രേഡും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നില്ല. 2 വേരിയൻസിലാണ് Realme 7 Pro അവൈലബിൾ ആയിട്ടുള്ളത്. 6GB RAM 128GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള ബേസ് വേരിയൻറ്റും 8GB RAM 128GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള ഹയർ എൻഡ് വേരിയൻറ്റും. LPDDR4Xൻ്റെ റാമാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. UFS 2.1 സ്റ്റോറേജാണ് ഇതിൽ ലഭിക്കുന്നത്. അല്ലാതെ പുതിയ വേരിയൻസായ LPDDR5 UFS 3.1 ഒന്നും ഇതിൽ ലഭിക്കുന്നില്ല. കാരണം ഇതൊരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലുള്ള ഫോണാണ്. അത് കാരണം അത്രയൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാമറയുടെ കാര്യത്തിലോട്ടാണ്. ഒരു കോഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് Realme 7 Proയിൽ ലഭിക്കുന്നത്. 64 MP കോഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ ഇത്തവണ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സാംസങ് സെൻസർ മാറ്റിയിട്ട് സോണിയുടെ സെൻസറാണ് ഇത്തവണ യൂസ് ചെയ്തിരിക്കുന്നത്. സോണിയുടെ സെൻസർ എന്ന് പറഞ്ഞാൽ സോണി IMX682 എന്ന് പറഞ്ഞാൽ സോണിയുടെ 64 MP സെൻസർ തന്നെയാണ്. നമ്മൾ പോക്കോ X2 കണ്ട ഒരു സോണി IMX686 എന്ന സെൻസറിനായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സെൻസർ തന്നെയാണ്. അതിൻ്റെ ഒരു ലൈറ്റ് വേർഷൻ പോലത്തെ ഒരു സെൻസർ തന്നെയാണ്. IMX686ൽ നമുക്ക് 4K 60 സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് 4K 30 വരെ സപ്പോർട്ടുള്ളൂ. പക്ഷേ ഐഡൻറ്റിക്കലി സെയിം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ IMX686 പോലെ തന്നെയാണ് IMX682. IMX686 ഉപയോഗിച്ചാൽ 4K 60 കിട്ടും എന്നൊരു അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ IMX686ന്. പക്ഷേ നമ്മുടെ Snapdragon 720G 4K 60 FPS വീഡിയോ സപ്പോർട്ട് ചെയ്യുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇമേജിംഗ് സൈഡിൽ നമുക്ക് കുറ്റമൊന്നും പറയാനില്ല. ഇനി സെക്കൻഡറി ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു 8 MP അൾട്രാവൈഡ് സെൻസറാണ് ഈ ഫോണിൽ ലഭിക്കുന്നത്. പിന്നെ ഉള്ളത് ഒരു 2 MP മാക്രോണ്. പിന്നെ ഉള്ളത് ഒരു 2 MP ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെൻസറാണ്. ഫ്രണ്ടിലോട്ട് വന്നാൽ ഒരു 32 MP സെൽഫി ക്യാമറയും ഈ ഫോണിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ക്യാമറ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് റിയൽമിയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്യാമറ ഫീച്ചേഴ്സൊക്കെ ഇതിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒന്നാമത് സ്റ്റാറി മോഡ് കൊണ്ടുവന്നിട്ടുണ്ട്, അൾട്രാ നൈസ്കേപ്പ് വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ കളർ പോർട്രേറ്റ് വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ റിയൽമിയുടെ ഒട്ടുമിക്ക ക്യാമറ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യം നോക്കാം. ഒരു 4500 mAh ബാറ്ററിയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. കൂടെ ഉള്ളത് ഒരു 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. 65 വാട്ടിൻ്റെ സൂപ്പർ ഡാറ്റ് ചാർജറാണ് നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ ലഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ചാർജിങ് ഫോൺ എന്നത് Realme 7 Pro തന്നെയാണ്. അപ്പോൾ 0 to 100% ഫുൾ ചാർജ് ആവാൻ നമുക്ക് ഈ ഫോണിൽ വേണ്ടത് 34 മിനിറ്റ് മാത്രമാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ വേറൊരു ഫോണിനും ഈ ഒരു ചാർജിങ് സ്പീഡ് മാച്ച് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സെഗ്മെൻറ്റിൽ മാത്രമല്ല, ഇന്ത്യയിലെ വേറൊരു ഫോണിനും ആപ്പടെ വേറെ 2-3 ഫോണുകൾ മാത്രമേ ഉള്ളൂ. അതിലൊരെണ്ണം നമുക്ക് റിയൽമിയുടെ തന്നെ Realme X2 Proയും Realme X50 Proയും ആണ്. പിന്നുള്ളത് Oppo Reno 4 Proയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മിസലേനിയസ് കാര്യങ്ങളാണ്. അതിൽ ആദ്യം പറയാനുള്ളത് Realme 7 Proയിൽ സ്റ്റീരിയോ സ്പീക്കർ സപ്പോർട്ടുണ്ട്. അതായത് ഈ ഫോണിലെ ഇയർ പീസ് ഒരു സ്പീക്കറായിട്ട് ഡബിൾ ചെയ്യും, എന്നിട്ട് നമുക്കൊരു സ്റ്റീരിയോ സ്പീക്കർ എഫക്റ്റ് നമുക്കിതിൽ നിന്നും ലഭിക്കുന്നതാണ്. പിന്നെ പറയാനുള്ളത് ഇതിൽ നമുക്ക് ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ടുണ്ട്. പിന്നെ ഉള്ളത് 182 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് എന്നാണ്. അതായത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ലൈറ്റ് ആയിട്ടുള്ള ഫോണാണ്. ഇപ്പോൾ ബാക്കിയുള്ള ഫോണുകളൊക്കെ നമുക്ക് 200 ഗ്രാമിന് മുകളിലോട്ട് ഒരു 220 ഗ്രാമൊക്കെ എത്തി നിൽക്കുമ്പോഴാണ് നമുക്ക് Realme 7 Pro ഇത്രയും ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫോണായിട്ട് കൊണ്ടുവരുന്നത്.
പ്രൈസിൻ്റെ കാര്യത്തിലോട്ട് വരാം. റിയൽമി 7 പ്രോയുടെ ബേസ് വേരിയൻ്റെ 6GB RAM 128GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള വേരിയൻ്റെ വില എന്ന് പറഞ്ഞാൽ 19,999 രൂപയാണ്. അടുത്ത വേരിയൻ്റെ 8GB RAM 128GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള വേരിയൻ്റെ വില എന്ന് പറഞ്ഞാൽ 21,999 രൂപയാണ്. തരക്കേടില്ലാത്ത പ്രൈസിൽ തന്നെയാണ് റിയൽമി ഇത്തവണ അവരുടെ റിയൽമി 7 പ്രോയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ബേസ് വേരിയൻ്റ് 6GB RAM 64GB അല്ല റിയൽമി 6 Pro പോലെ ഇത്തവണ ബേസ് വേരിയൻ്റ് 6GB RAM 128GB ആണ്. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോണിൽ നമുക്ക് ബാക്കിയുള്ള ഒരു ഫോണിനും ലഭിക്കാത്ത കുറച്ച് ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ. അതെന്താണെന്ന് വെച്ചാൽ ആദ്യത്തേത് 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. വേറൊരു ഫോണിലും ഏറ്റവും മാക്സിമം ഉള്ളത് 33 വാട്ടാണ്. അത് റെഡ്മി നോട്ട് 9 Pro Maxലാണ്. ബാക്കിയുള്ളത് ഒരു സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പാണ്. അതും നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ വേറൊരു ഫോണിൽ ലഭിക്കുന്നില്ല. കുറച്ചുകൂടെ നമുക്ക് ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം റിയൽമി 7 Pro. റിയൽമി 7 പ്രോയുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പോക്കോ X2, റിയൽമി 6 Pro, സാംസങ് ഗാലക്സി M31s, റെഡ്മി നോട്ട് 9 Pro Max. ഈ 4 മെയിൻ കോമ്പറ്റീറ്റേഴ്സ്. പിന്നെ ഉള്ളത് മോട്ടോറോള One Fusion Plus ആണ്. പോക്കോ X2 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോക്കോ X2 ലഭിക്കുന്നത് ഒരു 120Hz ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ്. നമുക്കിതിൽ 60Hz AMOLED ഡിസ്പ്ലേ ആണ്. രണ്ടും കൂടെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു നല്ലതായിട്ട് തോന്നുന്നത് നമുക്ക് 60Hz AMOLED തന്നെയാണ്. ഓരോരുത്തരുടെ പ്രിഫറൻസ് വെച്ചിരിക്കും. എന്നിരുന്നാലും ഒരു നല്ല AMOLED ഡിസ്പ്ലേ തന്നെയായിരിക്കും മിക്കവരും ചൂസ് ചെയ്യുക ഒരു LCD ഡിസ്പ്ലേനെക്കാട്ടിലും ഹയർ റിഫ്രഷ് റേറ്റ് ഉണ്ടെങ്കിൽ. പ്രൊസസറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടിലും ഏകദേശം ഒരേപോലെ മാച്ച്ഡ് ആണ്. കാരണം നമുക്ക് പോക്കോ X2 730G ആണ്, ഇതിലോട്ട് വന്നാൽ 720G ആണ്. രണ്ടും ഏറെക്കുറെ ഒരേപോലത്തെ ഒരു പ്രോസസ്സറാണ്, ഏറെക്കുറെ ഒരേ സെയിം ലെവലിൽ നിൽക്കുന്ന പ്രോസസ്സറാണ്. അതുകൊണ്ട് അതിൽ നമുക്ക് കമ്പാരിസൺ ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ക്യാമറയുടെ കാര്യം പറഞ്ഞതായിരുന്നു IMX 686 IMX 682 തമ്മിലുള്ള വ്യത്യാസം. IMX 686 എന്ന് പറഞ്ഞത് പോക്കോ X2 ക്യാമറയാണ്. അതുള്ളതുകൊണ്ട് മാത്രമെന്നല്ല, പ്രോസസ്സിങ്ങും അടിപൊളിയാണ്. അതുകൊണ്ടാണ് നമുക്ക് പോക്കോ X2 ഇത്രയും കാലം 20,000 രൂപയ്ക്ക് താഴെയുള്ള ഏറ്റവും മികച്ച ക്യാമറ ഫോണുകളായി നിന്നത്. അപ്പോൾ റിയൽമി ഇപ്പോൾ IMX 682 കൊണ്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റിയൽമി 7 പ്രോയിൽ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട്സ് നമുക്ക് അല്ലെങ്കിൽ പോക്കോ X2 ആയിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ പറയാൻ പോകുന്നത് നമുക്ക് ബാറ്ററിയുടെ കാര്യമാണ്. 4500 mAh ബാറ്ററിയാണ് രണ്ട് ഫോണിൽ ലഭിക്കുന്നതെങ്കിലും നമുക്ക് റിയൽമി 7 പ്രോയിൽ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ലഭിക്കുന്നുണ്ട്. പോക്കോ X 27 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. അപ്പോൾ ബാറ്ററിയുടെയും ക്യാമറയുടെയും ഡിസ്പ്ലേയുടെയും കാര്യത്തിൽ നമുക്ക് റിയൽമി 7 പ്രോയ്ക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റിയൽമി 7 പ്രോയുടെ പ്രൈസ് കുറച്ച് കൂടുതൽ ആണെങ്കിലും ആ ഒരു പ്രൈസിനുള്ള വെർത്തുള്ളത് ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് നമ്മുടെ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒരൊറ്റ തവണ ഉപയോഗിച്ചാൽ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 6 പ്രോയുടെ കാര്യം. റിയൽമി 6 പ്രോയും റിയൽമി 7 പ്രോയും നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഒരേപോലത്തെ ഫോണാണെന്ന് തോന്നുമെങ്കിലും കുറച്ച് മേജർ അപ്ഗ്രേഡ്സ് നമുക്ക് റിയൽമി 6 പ്രോയുടെ ഓവർ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഡിസ്പ്ലേ തന്നെയാണ്. പ്രൊസസറിൻ്റെ കാര്യത്തിൽ വ്യത്യാസമില്ല. പിന്നെ ക്യാമറ സോണി സെൻസർ യൂസ് ചെയ്യുന്നു. പിന്നെ ഉള്ളത് ബാറ്ററി 4200 എന്നത് മാറിയിട്ട് 4300 എന്നത് മാറിയിട്ട് 4500 ആയിട്ടുണ്ട്. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് തന്നിട്ടുണ്ട്. റിയൽമി 6 പ്രോയ്ക്ക് നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ് റിയൽമി 7 പ്രോ. പക്ഷേ അതിനനുസരിച്ചുള്ള പ്രൈസും കൂടിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി നോക്കാൻ പോകുന്നത് സാംസങ് ഗാലക്സി M31s ആണ്. M31sൽ നമുക്ക് ലഭിക്കുന്ന ഒരു 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ്. നമുക്ക് റിയൽമി 7 പ്രോയിൽ ലഭിച്ച പോലെ തന്നെ ഒരു ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു റിയൽമി 7 പ്രോയിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു പൊടിക്ക് ബെറ്റർ ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ നമുക്ക് M31sൽ ലഭിക്കും. പിന്നെ പറയാനുള്ളത് Exynos 9611 തന്നെയാണ് സാംസങ് ഗാലക്സി M31sൽ ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ഒരു കമ്പാരിസണും നമുക്ക് റിയൽമി 7 പ്രോ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം M31sലെ Exynos 9611 എന്ന് പറയുന്നത് അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് അല്ല. നമുക്ക് ഡയറക്റ്റ് കമ്പയർ ചെയ്യാൻ പറ്റില്ല സ്നാപ്ഡ്രാഗൺ 7 സീരീസിലെ ചിപ്സെറ്റുമായിട്ട് ഇപ്പോൾ. പിന്നെ പറയാനുള്ളത് ബാറ്ററിയുടെ കാര്യത്തിലാണ്. റിയൽമി 7 പ്രോയിന് ചാർജിങ് ആണ് അഡ്വാൻറ്റേജ് എങ്കിൽ M31sന് അഡ്വാൻറ്റേജ് ഉള്ളത് ബാറ്ററിയുടെ എമൗണ്ടിലാണ്. 6000 mAh ബാറ്ററിയാണ്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് റിയൽമി 7 പ്രോയിൽ ലഭിക്കുന്ന പോലത്തെ തന്നെ ഒരു ക്യാമറ സെറ്റപ്പാണ് നമുക്ക് M31sൽ ലഭിക്കുന്നത്. കാരണം രണ്ടിലെയും പ്രൈമറി സെൻസർ സെയിം തന്നെയാണ്. IMX 682 എന്ന് പറഞ്ഞ സെൻസർ തന്നെയാണ് M31sലും യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ M31sന് അഡ്വാൻറ്റേജ് ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ സെക്കൻഡറി ക്യാമറയിലാണ്. അത് 12 MP അൾട്രാവൈഡ് ക്യാമറയാണ് M31sൽ യൂസ് ചെയ്യുന്നത് എന്ന കാര്യം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് M31sനും ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പ്രൈമറി ക്യാമറയുടെ കാര്യത്തിൽ പക്ഷേ റിയൽമി 7 പ്രോ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ റിയൽമി 7 പ്രോയിൽ ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് തന്നെയാണ്. പ്രൈമറി ക്യാമറയുടെ ഔട്ട്പുട്ട് ഏകദേശം ഏറെക്കുറെ ഒരേപോലെ തന്നെ ആയിരിക്കും M31sൻ്റെയും റിയൽമി 7 പ്രോയുടെയും. പക്ഷേ നമുക്ക് ഡയറക്റ്റ് കമ്പാരിസൺസ് വന്നാലേ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം അറിയുള്ളൂ. അപ്പോൾ ഒരു നോർമൽ യൂസർ ആണെങ്കിൽ നമുക്ക് സാംസങ് ഗാലക്സി M31s തന്നെ ആയിരിക്കും കുറച്ചുകൂടെ സെൻസിബിൾ ഓപ്ഷൻ എന്ന് പറയാമെങ്കിലും. പക്ഷേ റിയൽമി 7 പ്രോയിലുള്ള 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സ്നാപ്ഡ്രാഗൺ 720Gയും നമുക്ക്
വെറുതെ എഴുതി തള്ളാൻ പറ്റില്ലല്ലോ. അപ്പോൾ റിയൽമി 7 Pro തന്നെയാണ് M31s ബെറ്ററായിട്ട് നിൽക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി നോട്ട് 9 Pro Maxുമായിട്ടാണ്. റെഡ്മി നോട്ട് 9 Pro Max ശരിക്കും പറഞ്ഞാൽ ഒരു ലെവൽ താഴെ നിൽക്കുന്ന ഒരു ഫോണാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ റെഡ്മി നോട്ട് 9 Pro Maxൻ്റെ വില തന്നെയാണ്. അതുമാത്രമല്ല അതിലെ ഫീച്ചേഴ്സുമാണ്. നമുക്ക് റെഡ്മി നോട്ട് 9 Pro Maxൽ 60 Hz LCD ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. പ്രൊസസർ പക്ഷേ സെയിം തന്നെയാണ്, സ്നാപ്ഡ്രാഗൺ 720G തന്നെയാണ്. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് റെഡ്മി നോട്ട് 9 Pro Maxൽ സാംസങ്ങിൻ്റെ GW1 എന്ന് പറഞ്ഞ സെൻസറാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റിയൽമി 7 Pro തന്നെ കുറച്ച് ബെറ്റർ എന്ന് തന്നെ പറയണം. പിന്നെ പറയാനുള്ള ബാറ്ററിയാണ് നമുക്ക് 5000 mAh ബാറ്ററി റെഡ്മി നോട്ട് 9 Pro Maxൽ ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ലഭിക്കുന്ന ഫാസ്റ്റ് ചാർജിങ് 33 വാട്ടാണ്. അതിലും ബെറ്റർ നമുക്ക് 4500 mAh പ്ലസ് 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് തന്നെയല്ലേ. അപ്പോൾ റെഡ്മി നോട്ട് 9 Pro Maxനെക്കാട്ടിലും എന്തുകൊണ്ടും മികച്ച ഓപ്ഷൻ നമുക്ക് റിയൽമി 7 Pro തന്നെയാണെന്ന് പറയേണ്ടി വരും. പ്രൈസിൻ്റെ കാര്യത്തിൽ അതിനനുസരിച്ചുള്ള ഹൈക്ക് വരുന്നുണ്ട് എന്നത് വേറൊരു കാര്യം തന്നെയാണ്. റെഡ്മി നോട്ട് 9 Pro Max പോലത്തെ വേറൊരു ഫോണാണ് മോട്ടോറോള One Fusion Plus. One Fusion Plus-ആയിട്ട് കമ്പയർ ചെയ്താലും ഇതേ കാര്യങ്ങൾ തന്നെ പറയാനുള്ളൂ. One Fusion Plus-ൽ 730G ആണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ വരുന്നു. അപ്പോൾ ഇത്രയും ഫോണുകളായിട്ട് നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിയൽമി 7 Pro എന്നത് നല്ലൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലെ നല്ലൊരു ഓഫറിംഗ് തന്നെയാണ്. 20,000 രൂപയ്ക്ക് താഴെ എടുക്കാൻ പറ്റിയ മികച്ച ഫോണുകളിൽ ഒരെണ്ണം തന്നെയാണ് റിയൽമി 7 Pro. ഈ ഫോണിൽ എടുത്തു പറയാനുള്ള ഫീച്ചർ ഈ ഫോണിൽ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും പിന്നെ ആ ഒരു AMOLED ഡിസ്പ്ലേയും തന്നെയാണ്. ബാക്കിയുള്ള ഫോണുകളായിട്ട് മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ബാക്കിയുള്ള ഫോണുകളുമായിട്ട് ഈ റിയൽമി 7 Proനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കുന്ന രണ്ട് ഫീച്ചേഴ്സ് ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഫോൺ വാല്യൂ ഫോർ മണിയാണോ? തികച്ചും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. അതിന് കാരണം എടുത്തു പറയാനുള്ളത് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയും ഫീച്ചേഴ്സ് തരുന്ന ഒരു ഫോൺ വേറെ ഇല്ല. അതായത് ഈ ഫാസ്റ്റ് ചാർജിങ്, ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ചാർജർ നമുക്ക് വേറൊരു ഫോണിലും ലഭിക്കുന്നില്ല. സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ഇപ്പോൾ വേറെ ഏത് ഫോണിലും ലഭിക്കുന്നില്ല. പിന്നെ AMOLED ഡിസ്പ്ലേ വേറെ ഫോണിലുണ്ടെങ്കിലും നമുക്ക് ഇതിൽ ഒരു AMOLED ഡിസ്പ്ലേ ഒരു ആഡഡ് ബോണസ് ആയിട്ട് വെക്കാമെന്ന് മാത്രം. അപ്പോൾ ഈ ഫോൺ വാങ്ങണോ അതോ വേണ്ടയോ? 20,000 രൂപയ്ക്ക് താഴെ എടുക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഫോണുകൾ ഒരെണ്ണം തന്നെയാണ് റിയൽമി 7 Pro. റിയൽമി 7 Pro എടുക്കാൻ പറ്റുന്ന ഫോൺ തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ റിയൽമി 7 Proയുടെ നമ്മുടെ വീഡിയോ. ഈ വീഡിയോയിലൂടെ റിയൽമി 7 Proനെ പറ്റി അറിയേണ്ട എല്ലാം ഞാൻ കവർ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഈ ഫോണിനെ പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് റിയൽമി 7ൻ്റെ വീഡിയോ ആണ്. ഇതേപോലത്തെ തന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ കാണാൻ വേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണോട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് സമയത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ